ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. വീട്ടിലെത്തിയ SIT സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രശാന്തിനെ കൊല്ലം പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ എത്തിച്ചു. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റിന് സാധ്യത തെളിയുകയാണ്. ദേവസ്വം ബോർഡ് മുൻ മെമ്പർ A അജികുമാറിനെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഫസ്റ്റ് ടൗൺ ജനം. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദിലേക്ക് പോകാം. ശ്യാം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ അതേ പ്രശാന്ത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ക്ലബ്ബിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് എപ്പോഴായിരുന്നു? എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾക്കാകും PS പ്രശാന്ത് വിധേയമാകേണ്ടി വരിക? അശ്വതി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് SIT സംഘം. നിലവിൽ രാവിലെ 8 മണിയോടുകൂടി തന്നെയായിരുന്നു അന്വേഷണ സംഘം കരകുളത്തെ വീട്ടിൽ നിന്നുകൊണ്ട് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 1 മണിക്കൂർ 40 മിനിറ്റ് എടുത്തുകൊണ്ട് കൊല്ലം പോലീസ് ട്രെയിനിങ്ങിലേക്ക് PS പ്രശാന്തിനെ എത്തിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ കായംകുളത്ത് നിന്ന് അജികുമാറിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി പോലീസ് ട്രെയിനിങ് സെന്ററിലുള്ള ചോദ്യം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട SIT സംഘം ഹൈക്കോടതിയിൽ നിലവിൽ ഈ ഒരു കാലതാമസത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും റിപ്പോർട്ട് ഉടൻ നൽകുമെന്നുള്ള മറുപടി നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങൾക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി SIT സംഘത്തിന് മുന്നിലുണ്ട്. അങ്ങനെയാണ് നിലവിൽ PS പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെയും നിലവിൽ അറസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. രാവിലെ 3 സംഘങ്ങളായി തിരിച്ചായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെ വീട്ടിൽ നിലയുറപ്പിക്കുകയും ഇവർ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ് കരകുളത്തെ PS പ്രശാന്തിൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് അന്വേഷണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം SIT സംഘം PS പ്രശാന്തിനെയും കൊണ്ട് കൊല്ലത്തെ ഈ പോലീസ് ട്രെയിനിങ് സെന്ററിലേക്ക് എത്തിയത്. എന്തായാലും ഇനി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം നിലവിൽ കോടതി നടപടികളിലേക്കാണ്. നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കൂടി SIT സംഘം കടക്കുകയും ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ, അതായത് ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ കേന്ദ്രത്തിൽ നടത്തിയ റിസൾട്ടിലടക്കം കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം നിരത്തിയുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അജികുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളാണ് ഈ സമയം പുരോഗമിക്കുന്നത്. അശ്വതി, ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. ഇനി മനോജിലേക്ക് കൂടി പോകാം. മനോജ്, നിർണായകമായൊരു അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്ത ഏറ്റവും ആദ്യം പുറത്തുവിട്ടതും ജനം TV ആണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുന്നത്. അന്നൊക്കെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, തന്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ SITക്ക് മുൻപിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രശാന്തിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയത്. വളരെ നിർണായകമായ ഒരു അറസ്റ്റായിരുന്നു. രാവിലെ വളരെ ശാന്തനായാണ് പ്രശാന്ത് മാധ്യമങ്ങൾക്ക് ജനം TVക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ PS പ്രശാന്ത് നടത്തിയിരുന്നു. മനോജ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോജെ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ നിർണായക അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ കൂടിയായ അജികുമാറിനെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും ഒരുമിച്ചാണോ ചോദ്യം ചെയ്യുന്നത്, അതോ എന്താണ് ഇനി പോലീസിന്റെ അല്ലെങ്കിൽ SITയുടെ അടുത്ത നടപടിക്രമം? മനോജ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. PS പ്രശാന്തിന്റെ നിർണായകമായ അറസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് അജികുമാറാണ്. കടകംപള്ളിയാകും. VN വാസവൻ കൈമളത്തി കഴിഞ്ഞു. എന്നാലും ഈ അജികുമാറിനെയും PS പ്രശാന്തിനെയും എങ്ങനെയാകും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക? ഇനി എന്തൊക്കെ നിയമ നടപടികൾ, എന്തൊക്കെ നടപടിക്രമങ്ങൾക്കാണ് ഇരുവരും വിധേയമാകുക? അശ്വതി, രണ്ടുപേരെയും ഈ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. PS പ്രശാന്തിൻ്റെ അറസ്റ്റാണ് ആദ്യം രേഖപ്പെടുത്തിയത്. തുടർന്ന് അജികുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടുകൂടി വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കും. ഞാനിപ്പോൾ ഉള്ളത് വിജിലൻസ് കോടതിക്ക് മുന്നിലാണ്. ഇവിടേക്കാണ് ഉച്ചയ്ക്ക് ശേഷം ഇവരെ എത്തിക്കുക. അതിനുശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോകുക. എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്ന ഈ പ്രതികളെ റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം അതിനനുസരിച്ചുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ഈ 2 പേരാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റാരെങ്കിലും കൂടെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ള ചെറിയ സൂചന കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2025 ഭരണസമിതിയിലുണ്ടായിരുന്ന ഭരണസമിതി പ്രസിഡന്റ് PS പ്രശാന്തിനും ഭരണസമിതി അംഗമായിട്ടുള്ള അജികുമാറിനും അടക്കം ഇതിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. നേരത്തെയും PS
പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. എന്തായാലും 2019 ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്വർണ്ണ കവർച്ച അത് മറച്ചു വെക്കാൻ 2025 വീണ്ടും സ്വർണ്ണപ്പാളിൽ സ്വർണം പൂശുവാൻ, അതായത് ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഈ പ്രശാന്തിലേക്ക് എത്തുന്നതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും.